രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ വിജയം ന്യൂനപക്ഷ വർഗീയതയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ സംഘടനകളുടെ സംഭാവനയാണ് എന്നൊക്കെ പറഞ്ഞാൽ, ഒന്നാമത് പ്രസ്താവനയെ മണ്ടത്തരാണ്, രണ്ടാമത് ഇത് അതിക്രൂരാണ്. മാത്രമല്ല, അവരുടെ രാഷ്ട്രീയത്തിന് നിരക്കാത്ത ഡൽഹിയിൽ അവർ ഇപ്പോൾ അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ പരിപാടി അവർ കേരളത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവരുടെ അടിത്തറനെ ഇളക്കുക. അവർക്കൊരു ആദ്യം നമുക്ക് മനസ്സിലാക്കാം, കാരണം വോട്ട് ചോരുന്നുണ്ടോ എന്നുള്ളത്. വോട്ട് ചോരുന്നുണ്ട് എന്നുള്ള ആദ്യം വെച്ചിട്ട് ഇത്രയും അങ്ങോട്ട് വർഗീയത പറയാൻ തുടങ്ങിയാൽ, കാപ്പർ, അതുപോലെ തന്നെ ഇൻ്റർവ്യൂകൾ, പ്രഭാതത്തിലെ പരസ്യം, ഒരു ലിമിറ്റും ഇല്ല. പക്ഷേ അത് പച്ചക്കാണ് പറയുന്ന സ്റ്റേറ്റ് കേരളമാണെന്ന് ഓർത്തോളണം. നെഗറ്റീവ് എഫക്റ്റേ ഉണ്ടാവുള്ളൂ. ഷാഫിയുടെ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ എത്രയോ 10 മടങ്ങ് ഇരട്ടി പോകാൻ കാരണം അവർ കടുത്ത വർഗീയതക്ക് തുരിഞ്ഞു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായപ്പോഴാണ് ജനങ്ങൾ തിരിഞ്ഞു വോട്ട് ചെയ്തത്. അതാണ് കേരളം. പാലക്കാട് ആ 2 പത്രപരസ്യങ്ങളാണ്. ഞങ്ങളൊരു 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ പാലക്കാട് പ്രതീക്ഷിച്ചു. സഹായിച്ചത് മുഴുവൻ ആ 2 പത്രപരസ്യങ്ങളാണ്. ജനങ്ങൾ ജാതിമത വ്യത്യാസമില്ലാതെ തിരിഞ്ഞു വോട്ട് ചെയ്തു. വയനാടിൻ്റെ ഘടന എല്ലാവർക്കും അറിയുന്നതല്ലേ. എല്ലാവരും കൺസോൾട്ടേറ്റഡ് ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് കുറഞ്ഞ ശതമാനമായിട്ട് പോലും ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടായത്. അത് കാണാൻ കഴിയണ്ടേ? ഈ വഷളത്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം?